ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഈ വീഡിയോയിൽ നമുക്കിനി നോക്കാനുള്ളത് പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ ലെറ്റസസസ് ക്വസ്റ്റ്യൻസുമാണ്. സോ നമുക്ക് ആദ്യം പ്ലാന്റ്സിൻ്റെ കാര്യം ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ലെറ്റസസസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലെ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡൈജഷനും ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസും ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ട് നടക്കുന്നത്? പ്ലാന്റ്സിൽ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് നമുക്കറിയാം. ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ലീഫിലാണ്. അപ്പോൾ ലീഫിലുള്ള ഫുഡ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തും എത്തിച്ചേരുന്നത്, അതേപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ വാട്ടറും ബാക്കിയുള്ള മിനറൽസും ഒക്കെ എങ്ങനെയാണ് പ്ലാന്റിൽ ട്രാൻസ്പോർട്ട് ചെയ്യണേ എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കൂ. How do water and salts are absorbed through the roots, reach the leaves, and the food synthesized in the leaves reach different parts of the plant? അപ്പോൾ റൂട്ടിലൂടെ വലിച്ചെടുക്കുന്ന വാട്ടറും സോൾട്ടും എങ്ങനെയാണ് ലീഫിലെത്തുന്നത്, അതേപോലെ ലീഫിലുണ്ടാക്കുന്ന ഫുഡ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തുന്നത് എന്നൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിൾ നോക്കൂ. സബ്സ്റ്റൻസ് ദാറ്റ് ആർ ട്രാൻസ്പോർട്ട്. വാട്ടർ ആൻഡ് സോൾട്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാസ്കുലർ ടിഷ്യൂവിൻ്റെ പേരെന്താണ്? അതാണ് സൈലം. ഓക്കെ, ദെൻ അടുത്ത സബ്സ്റ്റൻസ് എന്താണ്? അത് ഫുഡാണ് അല്ലേ. ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാസ്കുലർ ടിഷ്യൂവിൻ്റെ പേര് ഫ്ലോയമാണ്. സൈലം ആൻഡ് ഫ്ലോയം നിങ്ങൾ ഇതിനു മുമ്പ് ഓൾറെഡി ഈ ടേംസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് മാറിപ്പോവാതെ പഠിച്ചു വയ്ക്കുക. ഇനി സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സ്ട്രക്ചറും എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ഒരു ഇലിസ്ട്രേഷനിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. അപ്പോൾ പ്ലാന്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ് സെൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് സെൽസ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് തന്നെയാണ് സൈലവും ഫ്ലോയവും. അത് നിങ്ങൾ ആ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സൈലം എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻറ്റ് 2-3 ടൈപ്പ് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ഈ സൈലം എന്നുള്ള ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള 2 സെല്ലുകൾ എന്ന് പറയുന്നത് സൈലത്തിൻ്റെ ട്രക്കീഡ്സും വെസൽസുമാണ്. ഈ ട്രക്കീഡ്സ് നോക്കൂ, ഈ ഗ്രീൻ കളർ ഷേപ്പിലുള്ളതാണ്. ഗ്രീൻ കളറിൽ ഈ ഒരു കണ്ടോ സ്പിൻഡിൽ ഷേപ്പിൽ ഇങ്ങനെ കോൺ പോലെ വരുന്ന ഷേപ്പിലുള്ളതിനെയാണ് ട്രക്കീഡ് എന്ന് പറയുക. അതെന്ന് വെച്ചാൽ ഡെഡ് സെൽസ് ആണ്. ആൻഡ് നമ്മൾ ഈ ലീവ്സിലൊക്കെ കാണുന്ന വെയിൻസ് ഉണ്ടാവില്ലോ, ലീഫിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെയിൻസ് പോലെ നമുക്ക് കാണാൻ പറ്റില്ലേ, അതൊക്കെ എന്താണ്? ഈ ട്രക്കീഡ്സ് ആണ്. ആൻഡ് അതിന് ലോങ് ആണ്, അതേപോലെ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്. അതിൻ്റെ പ്രത്യേകതകൾ നോക്കി വെക്കണം. ഇനി വെസൽസ് ആണെങ്കിലോ, വെസൽസും അതേപോലെ തന്നെ ഡെഡ് സെൽസ് ആണ്. ആസ് ദ ക്രോസ് വാൾസ് ഹാവ് ബീൻ ഡിസിൻറ്റഗ്രേറ്റഡ് ഇറ്റ് ലുക്ക് ലൈക്ക് ലോങ് പൈപ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാൾസ് ഉണ്ടാവുമല്ലോ, അതായത് സെല്ലുകളെ തമ്മിൽ വേർതിരിക്കുന്ന ആ ഭിത്തികൾ, വാൾസ് ഇല്ലാതെ അത് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയത് കാരണം നമുക്കൊരു ലോങ് ആയിട്ടുള്ളൊരു പൈപ്പ് പോലെ ആണ് എന്തുണ്ടാവുക? ഈ വെസൽസ് ഉണ്ടാവുക. അപ്പോൾ സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാട്ടറിനെയും സോൾട്ടിനെയും ട്രാൻസ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചറാണ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ട്രക്കീഡ്സും വെസൽസും. ഇനി ഫ്ലോയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലുള്ളത് സീവ് ട്യൂബ്സും അതേപോലെ കമ്പാനിയൻ സെൽസുമാണ്. സീവ് ട്യൂബ് എന്ന് പറയുന്നത് നോക്കൂ, ഈ യെല്ലോ കളറിൽ കൊടുക്കുന്ന ഇതാണ് സീവ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെല്ലുണ്ട്. ദെൻ 2 സെല്ലുകളെ തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു വാൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൽ നോക്കൂ നിറച്ചും പോസ് ഉണ്ട്. അറേഞ്ച്ഡ് വൺ എബവ് ദ അതർ സിൻസ് ദ സൈറ്റോപ്ലാസം ഈസ് ഇന്റർകണക്റ്റഡ് ത്രൂ ദ പോസ് ഓഫ് ദ ക്രോസ് വാൾ ഫുഡ് മോളിക്യൂൾസ് ക്യാൻ ട്രാവൽ ത്രൂ ഇറ്റ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ മുകളിൽ മറ്റേ സെല്ലിങ്ങനെ ട്യൂബ് ഷേപ്പിലുള്ള സെല്ലാണ്. അതിന് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഈ സെല്ലുകൾ തമ്മിൽ ഇടയിലുള്ള ആ ഒരു ഭാഗത്ത് ആ ഒരു വാളിൽ എന്തുണ്ട്? പോസ് ഉണ്ട്, ഓട്ടകളുണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് ഈ ഫുഡ് ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് മൂവ് ചെയ്ത് പോകുന്നത്. ഇനി അതിൻ്റെ കൂടെയുള്ള സെല്ലാണ് കമ്പാനിയൻ സെൽ എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. ഈ കമ്പാനിയൻ സെല്ല് എന്താണ്? സീവ് ട്യൂബിനെ ഫുഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് കമ്പാനിയൻ സെല്ലിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ കമ്പോണൻസും അതിൻ്റെ ഫങ്ഷൻസും കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. ഇനി അടുത്ത ഇലിസ്ട്രേഷനിൽ പറയുന്നത് സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയും എങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇസ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ. കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഇസ് ത്രൂ സൈലം. ഓക്കെ, അപ്പോൾ സൈലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതൊരു കണ്ടിന്യൂസ് കണക്ഷനാണ്. അതായത് റൂട്ട് മുതൽ സ്റ്റെമ്മിലൂടെ അത് എവിടെ എത്തിച്ചേരുന്നു? ലീഫിൽ എത്തിച്ചേരുന്നു. ഇതിങ്ങനെ ഒരു പൈപ്പ് പോലെ നമ്മൾ
ഇപ്പോൾ വാട്ടർ ടാങ്കിൽ നിന്ന് കിണറ്റിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യുന്നു, പൈപ്പ്സ് വഴി വാട്ടർ ടാങ്കിൽ എത്തുന്നു, വാട്ടർ ടാങ്കിൽ നിന്ന് തിരിച്ച് വീട്ടിലുള്ള എല്ലാ ഭാഗത്തും എത്തിച്ചേരില്ലേ, അതേപോലെ തന്നെ ആണ് ഈ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയൊക്കെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റൂട്ടിൽ നിന്ന് സ്റ്റെമ്മ് ത്രൂ എവിടെ എത്തുന്നു, ലീഫിലെത്തുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടക്ഷനും ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഭാഗം കൊടുത്തിരിക്കുന്നതാണ് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈലത്തിൽ നിന്നുള്ള വാട്ടർ, സൈലത്തിൽ നിന്ന് ഈ ട്യൂബിൽ നിന്നുള്ള വാട്ടർ അതിൻ്റെ ലീഫിലെ സെല്ലുകളിലേക്ക് ഇങ്ങനെ മാറി മാറി എത്തുന്നു. ഈ ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് വാട്ടർ പോകുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഓസ്മോസിസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓസ്മോസിസ് എന്താണ്? ഹയർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ടു ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ അല്ലേ. വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് അതെന്ത് ചെയ്യും, വെള്ളം മൂവ് ചെയ്യും. അതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലിൽ വെള്ളം കൂടുതലുണ്ടാകുമ്പോൾ അടുത്ത സെല്ലിൽ വെള്ളം കുറവാകുമ്പോൾ കൂടുതലുള്ള സെല്ലിൽ നിന്ന് കുറഞ്ഞ സെല്ലിലേക്ക് വെള്ളം വരും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ സെല്ലിലൂടെ മാറി മാറിയിട്ട് അത് ലീഫിൻ്റെ ഔട്ട് ഓഫ് മോസ്റ്റ് ഇവിടെ എത്തും. ആൻഡ് അതെന്ത് ചെയ്യും, സ്റ്റൊമാറ്റ വഴി അതിൻ്റെ ഒരു ഭാഗം ട്രാൻസ്പിരേഷൻ എന്ന് പറയും. അതായത് ചൂടുള്ള സമയത്ത് എന്ത് ചെയ്യും, നീരാവിയായിട്ട് ഈ സ്റ്റൊമാറ്റ വഴി ഒരു ഭാഗം വെള്ളം പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പിരേഷൻ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആൻഡ് ഇവിടെയുള്ള ലീവ്സിലുള്ള സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനെ ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഭാഗം വാട്ടർ ട്രാൻസ്പിരേഷൻ വഴി പുറത്തേക്ക് പോകുന്നുമുണ്ട്. ഇനി അങ്ങനെ ട്രാൻസ്പിരേഷൻ വഴി ലീവ്സിലുള്ള കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, അപ്പോൾ ആ സെല്ലിൽ ഒരു വാട്ടറിൻ്റെ കുറവുണ്ടാകും. ആ കുറവുണ്ടാകുമ്പോൾ ഇവിടെ കുറവുണ്ടാകുമ്പോൾ അടുത്ത സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ കുറവുണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ലോസ് ഓഫ് വാട്ടർ from leaves through transpiration causes water to rise through the xylem tubes. The forces such as cohesion and adhesion of water molecules helps in this process. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഒക്കെ കുടിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രോയിലൂടെ എന്ത് ചെയ്യും, മുകളിലേക്ക് വലിക്കുമല്ലേ. അങ്ങനെ വലിക്കുമ്പം അവിടെ ഒരു എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിലാണ് അടിയിലുള്ള നമ്മുടെ ഗ്ലാസ്സിലുള്ള ജ്യൂസ് ആ ഒരു സ്ട്രോയിലൂടെ നമ്മുടെ വായിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെ ട്രാൻസ്പിരേഷൻ വഴി ഒരു വാട്ടർ ലോസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാകുന്നു. ആ പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു, അടിയിലുള്ള വെള്ളം മുകളിലേക്ക് പൊങ്ങി വരുന്നു. ആൻഡ് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സസിൽ ഉൾപ്പെടുന്നതാണ് കൊഹഷനും അഡ്ഹഷനും. കൊഹഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളുകൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്. അതായത് ഇപ്പോൾ രണ്ട് വാട്ടർ മോളിക്യൂളുകൾ തമ്മിൽ അതിനൊട്ടിപ്പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് കൊഹഷൻ എന്ന് പറയുക. ആൻഡ് അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിന് ഈ സെല്ലിൻ്റെ ഭിത്തികളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് അഡ്ഹഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മിൽ വാട്ടർ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ലീഫിൽ ട്രാൻസ്പിരേഷൻ നടക്കുന്നു, അവിടെ ഒരു പുള്ളുണ്ടാവുന്നു. ആ ഒരു വലിവിനനുസരിച്ചിട്ട് സ്റ്റെമ്മിലെ സൈലത്തിലൂടെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നു. അതിന് കൊഹഷനും അഡ്ഹഷനും സഹായിക്കുന്നുണ്ട്. ഇനി സ്റ്റെമ്മിലേക്ക് വാട്ടർ എവിടെ നിന്നാണ് എത്തുന്നത്, അത് റൂട്ടിൽ നിന്നാണ് അല്ലേ. അപ്പോൾ റൂട്ടിൽ എങ്ങനെയാണ് ഈ വാട്ടർ സോയിലിൽ നിന്ന്, മണ്ണിൽ നിന്നുള്ള വാട്ടർ എങ്ങനെയാണ് റൂട്ടിലേക്ക് കയറണേ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. വാട്ടർ എൻറ്റേഴ്സ് ദ റൂട്ട് സെൽ ബൈ ഓസ്മോസിസ്. അവിടെയും ഈ മണ്ണിൽ നിന്നുള്ള വാട്ടർ മോളിക്യൂൾസ് റൂട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് എന്ത് വഴിയാണ്, ഓസ്മോസിസ് എന്നുള്ള പ്രോസസ്സ് വഴിയാണ്. ടു സം എക്സ്റ്റെൻറ്റ് റൂട്ട് പ്രഷർ ഹെൽപ്സ് ഇൻ ദ റൈസ് ഓഫ് ദ വാട്ടർ ദാറ്റ് റീച്ചസ് ദ സൈലം ട്യൂബ്. അപ്പോൾ ഒരു പരിധിവരെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് റൂട്ടിലുള്ള പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് വെള്ളം റൂട്ടിലെത്തുന്നത്. ആൻഡ് റൂട്ടിൽ നിന്ന് അത് സ്റ്റെമ്മിലൂടെയുള്ള സൈലം വഴി ലാസ്റ്റ് എവിടെ എത്തിച്ചേരുന്നു, ലീഫിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയാണ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കി വയ്ക്കുക, അതിനനുസരിച്ചിട്ടുള്ള ഈ പ്രോസസ്സും നോക്കി വെച്ചാൽ ആ ഭാഗം ക്ലിയർ ആവും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോയത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. ഫ്ലോയത്തിലൂടെ എന്താ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അത് ഫുഡാണ് അല്ലേ, കണ്ടക്ഷൻ ഓഫ് ഫുഡ്. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോട്ടോസിന്തസിസിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, അത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലീവ്സ് ആസ് റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു sieve tubes in the form of sucrose using energy. അപ്പോൾ പ്ലാന്റിൻ്റെ സെല്ലിൽ, ഈ പ്ലാന്റ് സെല്ലിൽ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് അവിടെ എന്തുണ്ടാകുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു.
ഈ ഗ്ലൂക്കോസിനെ അതിൻ്റെ സ്റ്റോറേജ് ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോസ് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വയ്ക്കില്ല. ഗ്ലൂക്കോസ് ആദ്യം സൂക്രോസ് എന്നുള്ള ഫോമിലേക്ക് മാറും. എന്നിട്ട് ആ സൂക്രോസിനെയാണ് പ്ലാന്റിൻ്റെ ഓരോ ഭാഗത്ത് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ സൂക്രോസ് ആദ്യം സീവ് ട്യൂബിലേക്ക്, ഫ്ലോയം എലമെൻസിൻ്റെ സീവ് ട്യൂബിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ അതുപോലത്തെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് എന്താവശ്യമാണ്? അതിന് എനർജി ആവശ്യമാണ്. അങ്ങനെ എനർജി ഉപയോഗിച്ച് ഈ സീവ് ട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, അത് ഒരു സീവ് ട്യൂബിൽ നിന്ന് മറ്റേതിലേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ബോഡിയുടെ, അതായത് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സീവ് ട്യൂബിലൂടെ സെല്ലിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. ഇങ്ങനെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പോകണ്ടേ, അപ്പോൾ അതിനും അവിടെ ഒരു ഫോഴ്സ് ആവശ്യമായിട്ട് വരും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൂക്രോസ് ഇൻ ദ സീവ് ട്യൂബ്സ് കോസസ് വാട്ടർ ടു എൻറ്റർ ദ ഫ്രം ദ അഡ്ജസൻറ്റ് സൈലം ട്യൂബ്സ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂൾസ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അങ്ങനെ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാവുകയും വാട്ടറിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ടാവും, സൈലം വെസലുകൾ, സൈലം ട്യൂബ്സ് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, അവിടെ നിന്നുള്ള വാട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഈ സീവ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ കയറും. അങ്ങനെ വാട്ടർ എൻ്റർ ചെയ്യുമ്പം ഈ ഗ്ലൂക്കോസും വാട്ടറും എല്ലാം കൂടി അവിടെ എന്ത് ചെയ്യും, ഒരു പ്രഷർ ഉണ്ടാവും. അതിനെയാണ് ടഗ് പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രഷർ കൂടുതലാകുമ്പം എന്ത് ചെയ്യും, ഇവിടെ ഈ ഹോൾസ് ഉണ്ടല്ലോ, എന്തായാലും സീവ് ട്യൂബിൻ്റെ വോളിലുള്ള ആ ഹോളുകളുണ്ട്, ആ ഹോളുകളിലൂടെ ഈ സൂക്രോസ് എങ്ങോട്ട് വരും, അടുത്ത സീവ് ട്യൂബിലേക്ക്, അടുത്ത സീവ് സെല്ലിലേക്ക് എൻട്രി ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സീവ് ട്യൂബിലൂടെ ഫുഡ് അല്ലെങ്കിൽ സൂക്രോസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ സീവ് ട്യൂബിലൂടെ ട്രാവൽ ചെയ്യുന്ന ഈ സൂക്രോസ് മോളിക്യൂൾസ് എവിടെ എത്തും, പ്ലാന്റ് സെല്ലിൻ്റെ മറ്റ് ഭാഗത്ത് എത്തുമ്പം അത് പ്ലാന്റിൻ്റെ മറ്റുള്ള സെല്ലുകളിലേക്ക് ഇതേപോലെ എൻ്റർ ചെയ്യും. അങ്ങനെ എല്ലാ പ്ലാന്റിൻ്റെ എല്ലാ പാർട്സിലും ഈ ഫുഡ് എത്തിച്ചേരുന്നു. അതേപോലെ തന്നെ സ്റ്റോറേജിലും ഓരോ പ്ലാന്റിലും ഓരോ സ്ഥലത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അല്ലേ. ചിലതിൽ സീഡായിട്ടായിരിക്കും, ചിലതിൽ റൂട്ടിലായിരിക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുകയും അതേപോലെ തന്നെ ഫുഡ് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തു കൂടെയും എത്തിച്ചേരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സാണ് പ്ലാന്റ്സിൽ നടക്കുന്നത്. കണ്ടക്ഷൻ ഓഫ് വാട്ടർ നമ്മൾ പറഞ്ഞു, കണ്ടക്ഷൻ ഓഫ് ഫുഡും പറഞ്ഞു, അതായത് ത്രൂ സൈലം ആൻഡ് ഫ്ലോയം. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കണം. സോ അത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ, പ്രോസസ്സസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഓസ്മോസിസ് ഉണ്ട്, കൊഹഷൻ, അഡ്ഹഷൻ, ഇതൊക്കെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? വാട്ടർ കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ വാസ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം സോയിൽ ടു റൂട്ട്. സോയിലിൽ നിന്ന്, മണ്ണിൽ നിന്ന് റൂട്ടിലേക്ക് എങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്? ഇത് ടെക്സ്റ്റിൽ തന്നെയുള്ള നോട്ട്സ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ചില അഡീഷൻസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. Water enters the root cells by osmosis. To some extent, root pressure helps in the rise of the water that reaches the xylem tube. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് വേണമെങ്കിൽ റൂട്ട് പ്രഷറും കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സോയിലിൽ നിന്ന് റൂട്ടിലേക്ക് എങ്ങനെയാണ് വാട്ടർ കയറുന്നത്? ഓസ്മോസിസ് വഴിയാണ്. അതേപോലെ റൂട്ട് പ്രഷറും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ത്രൂ സ്റ്റെമ്മിലൂടെ വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിരേഷൻ കോസസ് വാട്ടർ ടു റൈസ് ത്രൂ ദ സൈലം ട്യൂബ്സ് ഇൻ ദ സ്റ്റെം. അപ്പോൾ ലീഫിലുള്ള ട്രാൻസ്പിരേഷനാണ് അവിടെ ഒരു ഇനീഷ്യൽ ഫോഴ്സ് കൊണ്ടുവരുന്നത്. ഒരു വലിവ് അവിടെ ഉണ്ടാക്കുന്നു. അനുസരിച്ചിട്ടാണ് സൈലം ട്യൂബ്സിലൂടെ സ്റ്റെമ്മിൽ കൂടെ വെള്ളം മുകളിലേക്ക് കയറുന്നത്. അതേപോലെ തന്നെ ഫോഴ്സസ് സച്ചസ് കൊഹഷൻ ആൻഡ് അഡ്ഹഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഹെൽപ്സ് ഇൻ ദിസ് പ്രോസസ്സ്. അതും കൊഹഷനും അഡ്ഹഷനും അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റെമ്മിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. ഇനിയും അടുത്തത് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പിരേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ. ട്രാൻസ്പിരേഷൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ടർ ഫ്രം സൈലം ട്യൂബ്സ് റീച്ച് ലീവ് സെൽസ് ബൈ ഓസ്മോസിസ് ആൻഡ് ഈസ് എക്സ്പെൽഡ് ബൈ ട്രാൻസ്പിരേഷൻ. അപ്പോൾ ലീവ് സെല്ലിൽ ഓസ്മോസിസ് വഴി എത്തിച്ചേരുന്ന വാട്ടർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പിരേഷൻ വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്പിരേഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവിടെ വാട്ടർ റൈസ് ത്രൂ ദ സൈലം ട്യൂബ്സ്. അങ്ങനെ ട്രാൻസ്പിരേഷൻ നടക്കുന്നത് കൊണ്ടാണ് സൈലം ട്യൂബ്സിലൂടെ വാട്ടർ മുകളിലേക്ക് റൈസ് ചെയ്ത് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. ഓക്കെ, ദെൻ
ദെൻ ലാസ്റ്റ് വൺ, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഫ്രം ലീവ് സെൽസ് ടു അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. അതായത് ഫ്ലോയത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതും ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലീവ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ദ സീഡ് ട്യൂബ്സ് ഇൻ ദ ഫോം ഓഫ് സൂക്രോസ് യൂസിങ് എനർജി. ദ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൂക്രോസ് ഇൻ ദ seed tubes causes water to enter there from the adjacent silent tubes. നമ്മുടെ ടെക്സ്റ്റിലുള്ള നോട്ട്സ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. The resulting high turgor pressure enables the conduction of sucrose through the seed tubes. From seed tubes, glucose enter into other cells of the plant. Okay. സോ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് നോട്ട്സ് ആക്കി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന പോലെയാണ്. നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ യെല്ലോ കളർ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ആ പിക്ചർ നോക്കൂ, ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാവിൻഡ് യു നോട്ടീസ്ഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് ആർ ഓൺ ദ മാർജിൻസ് ഓഫ് ദ ലീവ്സ് ഓഫ് സം പ്ലാന്റ്സ് ഇൻ ദ ഏർലി മോർണിംഗ്. നമ്മൾ രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുല്ലുകളുടെ അതുപോലെ ചില ഇലകളുടെ അറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതെന്താണ്? മെയിനായിട്ട് പുല്ലിലൊക്കെ നമുക്കിതുപോലെ കാണാൻ പറ്റും. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു തുള്ളിയായിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതെന്താണ്? അതിൻ്റെ റീസൺ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ഗട്ടേഷൻ എന്നാണ് പറയുക. അതായത് ട്രാൻസ്പിരേഷൻ പോലെ തന്നെ മറ്റൊരു പ്രോസസ്സാണ് ഇതും. ലീഫിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. ട്രാൻസ്പിരേഷൻ എന്തായിരുന്നു? സ്റ്റൊമാറ്റോ വഴിയാണ് വെള്ളം പുറത്തേക്ക് വരിക. ഇതിലാണെങ്കിലോ ഗട്ടേഷൻ ഈസ് ദ പ്രോസസ് വെർ എ പ്ലാന്റ് സെക്രീറ്റ്സ് വാട്ടർ in liquid form, usually at night or during humid conditions through specialized pores called hydrothodes. അപ്പോൾ ഈ സ്റ്റൊമാറ്റോ അല്ലാതെ തന്നെ ലീഫിലുള്ള വേറെ ചില ഓട്ടകൾ, പോസാണ് ഹൈഡ്രോത്തോട്സ് എന്ന് പറയുന്നത്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? വെള്ളം ചെറുതായിട്ട് രാത്രിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഹ്യൂമിഡായിട്ടുള്ള കണ്ടീഷനിലൊക്കെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഓരോ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പുറത്തേക്ക് വന്ന് നിൽക്കും. അപ്പോൾ രാവിലെ നമ്മളത് കാണുമ്പം വെള്ളം ഇങ്ങനെ അതിൻ്റെ അരികിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ആ ഒരു പ്രോസസ്സിനെയാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ രാത്രിയിൽ ട്രാൻസ്പിരേഷൻ നടക്കില്ല. ട്രാൻസ്പിരേഷൻ നടക്കുന്നത് പകലാണ്. ചൂടുള്ളപ്പോഴാണ് ഇലയിൽ നിന്നുള്ള വെള്ളം നീരാവിയായിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ രാത്രിയിൽ അത് നടക്കാത്തതുകൊണ്ട് ഈ റൂട്ടിലൊക്കെ കുറച്ച് പ്രഷർ അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് റൂട്ടിൽ കുറച്ച് വെള്ളം സേവ് ചെയ്ത് നിൽക്കുന്നു, മുകളിൽ നിന്ന് വെള്ളം പോകുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ കുറച്ച് പ്രഷർ കൂടും. ആ സമയത്താണ് ഇതേപോലെ വെള്ളം ചെറുതായിട്ട് ഈ ഹൈഡ്രോത്തോട്സ് വഴി പുറത്തേക്ക് പോകുന്നത്. അതിനെയാണ് ഗട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പിക്ചറാണ് നമ്മളവിടെ കാണുന്നത്. സോ അങ്ങനെ നമ്മൾ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനിലേക്ക് വന്നിട്ടുണ്ട്. നോക്കൂ, ദ ഫുഡ് സ്റ്റോർഡ് ഇൻ പ്ലാന്റ്സ് ഇൻ വേരിയസ് ഫോംസ് സച്ച് എസ് പ്രോട്ടീൻ, സ്റ്റാർച്ച് ആൻഡ് ഫാറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. അപ്പോൾ എന്താണ്? നമ്മൾ പ്ലാന്റ്സാണ് നമ്മുടെ ഭക്ഷണം അല്ലേ? ആ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം പ്ലാന്റ്സിൽ പ്രോട്ടീനായിട്ടും സ്റ്റാർച്ചായിട്ടും ഫാറ്റായിട്ടും ഒക്കെ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. അതായത് അനിമൽസിൻ്റെ ബോഡിയിലേക്ക് എത്തുന്നു. അതങ്ങനെ ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നടക്കുന്നു. യു ഹാവ് അണ്ടർസ്റ്റുഡ് the process of breaking down of nutrients thus obtained into simple particles and the absorption and conduction of simple molecules formed from various nutrients. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എങ്ങനെയാണ് നമ്മുടെ ഫുഡ് ഇൻടേക്ക് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ന്യൂട്രിയൻസ് ഉണ്ടാകുന്നത്, അതിൻ്റെ അബ്സോർപ്ഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യണം. ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും സർക്കുലേറ്ററി സിസ്റ്റത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയണത്. ഇനി അതിന് നെക്സ്റ്റ് ചാപ്റ്ററിലായിട്ട് നമ്മൾ അടുത്തത് ഇനി ഇതിൻ്റെ വേസ്റ്റ്. അപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ കഴിഞ്ഞു, ഡൈജഷൻ കഴിഞ്ഞു, അബ്സോർപ്ഷൻ കഴിഞ്ഞ് അടുത്തത് വേസ്റ്റാണ് ഉണ്ടാവുക. അതിനെ പുറത്ത് കളയുന്ന പ്രോസസ്സായിട്ടുള്ള എക്സ്ക്രീഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കിതിൻ്റെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഫാറ്റിൻ്റെ ഡൈജഷനുമായിട്ട് റിലേറ്റഡ് ചെയ്ത് നിൽക്കുന്നത് ഏതാണിതിൽ? ലിപ്പേസ് ആണ് അല്ലേ? അപ്പോൾ എല്ലാ എൻസൈംസും അതിൻ്റെ ഫങ്ഷൻസും നോക്കി വെക്കണം കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് സർക്കുലേറ്ററി സിസ്റ്റവുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സോ നമുക്ക് ഇലിസ്ട്രേഷൻ ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് നോക്കാം, കാരണം നമുക്ക് അതിൽ ക്വസ്റ്റ്യനും പിക്ചറും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ലെറ്റർ ഇൻഡിക്കേറ്റ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് അല്ലേ? അപ്പോൾ ഇതാണ് പൾമണറി ആർട്ടറി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ആണ് അല്ലേ?
ദെൻ വിച്ച് ബ്ലഡ് വെസൽ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ലെറ്റർ ഡി. ഡി എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത്. ആ ബ്ലഡ് വെസൽ ഏതാണ്? അത് അയോട്ടയാണ്. ഓക്കെ. ദെൻ ഡസ് ദ ബ്ലഡ് ദാറ്റ് ഹാസ് എൻറ്റേർഡ് ദ വെൻട്രിക്കിൾ റിട്ടേൺ ടു ഏട്രിയ. ഇനി നോക്കൂ, അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് വന്ന ബ്ലഡ് തിരിച്ച് ഏട്രിയയിലേക്ക് തന്നെ പോവുമോ? ഇതൊക്കെ നമ്മൾ ആ ഒരു പോർഷൻ പഠിച്ചപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. അപ്പോൾ പോവില്ല. ബിക്കോസ് എന്താണ്? അവിടെ വാൽവുകൾ പ്രസൻ്റ് ആണ്. ആ വാൽവുകൾ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് പ്രിവെൻറ്റ് ചെയ്യുന്നു, ബ്ലഡ് തിരിച്ചൊഴുകാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഡി ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡബിൾ സർക്കുലേഷൻ ഇൻ ഹ്യൂമൻ ബീങ്ങിൽ ഡബിൾ സർക്കുലേഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിന് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്സിജൻ സപ്ലൈ, കൃത്യമായ ഓക്സിജൻ സപ്ലൈ നടത്തുക. അതേപോലെ ഓക്സിജനുള്ള ബ്ലഡും കാർബൺ ഡൈ ഓക്സൈഡുള്ള ബ്ലഡും, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ മിക്സ് ആവാതെ ഹെൽപ്പ് ചെയ്യുക. അതും എന്തിനു വേണ്ടി തന്നെ? കൃത്യമായി ഓക്സിജൻ ബ്ലഡ് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോസസ്സ്. അപ്പോൾ അതാണ് ഡബിൾ സർക്കുലേഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിക്സിങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, രണ്ടിനെയും സെപ്പറേറ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡബിൾ സർക്കുലേഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും ഈ ആൻസറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫ്ലോ ചാർട്ട് ഓഫ് ദ പാത്ത് ഓഫ് ന്യൂട്രിയൻസ് ഇസ് ഗിവൺ ബിലോ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഏതാണെന്ന് ഈ ഭാഗം എന്നുള്ളത് ഇതേപോലൊരു ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഭാഗം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് കൊടുക്കാം. ഇതിൻ്റെ ആൻസേഴ്സ് പറയാം. ഏതൊക്കെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? അത് പോർട്ടൽ വെയിനിലേക്കാണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് പോർട്ടൽ വെയിനിലൂടെയാണ് അത് ബ്ലഡ് ലിവറിൽ എത്തുന്നത്. ലിവറിൽ നിന്ന് പിന്നെ അത് എങ്ങോട്ട് പോകുന്നു? ഹെപ്പാറ്റിക് വെയിനിൽ നിന്ന് പിന്നെ അത് വീനക്കാവയുമായിട്ട് ചേരുന്നു. ഓക്കെ. ദെൻ അതിലുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഡു ഓൾ ദ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാവ് ദ സെയിം പാത്ത്? എക്സ്പ്ലെയിൻ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ആവുന്നുണ്ട് അല്ലേ. അതിൽ എല്ലാം ഒരേ വെയിനിലൂടെ അല്ലെങ്കിൽ എല്ലാം ബ്ലഡിലൂടെ തന്നെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അല്ല അല്ലേ. ചിലത് എന്താണ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റും അതേപോലെ അമിനോ ആസിഡും എങ്ങോട്ടാണ് അബ്സോർബ് ആയത്? അത് നമ്മുടെ വില്ലസിലുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് അബ്സോർബ് ആയത്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അവസാനം ഹാർട്ടിൽ എത്തിച്ചേർന്നു. ഇനി ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങോട്ടാണ് അബ്സോർബ് ആയത്? അത് വില്ലസിലുള്ള ലാക്റ്റിയലിലേക്കാണ് അബ്സോർബ് ആയത്. ലാക്റ്റിയലിൽ എന്താണുള്ളത്? ലിംഫാണ് അല്ലേ. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്തത് ലിംഫിലൂടെയാണ്. ലിംഫിലൂടെ പോയിട്ട് അത് വീണ്ടും എവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്? ബ്ലഡിലേക്ക് തന്നെ, അതായത് വീനക്കാവയിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ട് അതിലൂടെ വീണ്ടും അതും ഹാർട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്ത എല്ലാ ന്യൂട്രിയൻസിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരേ വഴിയിലൂടെയല്ല, വ്യത്യസ്ത വഴിയിലൂടെ ആണെങ്കിലും അത് അവസാനം എവിടെ തന്നെ എത്തിച്ചേരുന്നു? ഹാർട്ടിൽ തന്നെ എത്തിച്ചേരുന്നു. അതാണ് നമ്മൾ ഈ ഒരു ആൻസറിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഇനി ഒരു ഫോർത്ത് വൺ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്രോസസ് ടേക്സ് പ്ലേസ് ബൈ യൂട്ടിലൈസിങ് എനർജി. ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എനർജി യൂട്ടിലൈസ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദ റൂട്ട് സെൽസ്. അതെങ്ങനെയായിരുന്നു? നമ്മുടെ ഓസ്മോസിസ് ആയിരുന്നു, അതിന് എനർജി ആവശ്യമില്ല. എൻട്രി ഓഫ് സൂക്രോസ് ഇൻ ടു ദ സീവ് ട്യൂബ്. സൂക്രോസ് സീവ് ട്യൂബിലേക്ക് വരുന്നതിന് എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, പിന്നെ ട്രാൻസ്പിറേഷൻ നടക്കാൻ എനർജി ആവശ്യമില്ല. പിന്നെ വാട്ടർ മോളിക്യൂൾസ് സൈലറ്റ് ട്യൂബ്സിലൂടെ പോകുന്നതിനും എനർജി ആവശ്യമില്ല. അപ്പോൾ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഫിഗറാണ്, നമ്മുടെ ടീത്തിൻ്റെ സ്ട്രക്ചറാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഭാഗം വരയ്ക്കാനും അതുപോലെ പാർട്സ് ലേബൽ ചെയ്യാനും പഠിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ 3 പാർട്ടുകളുടെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് എന്തൊക്കെയാണ്? എ പാർട്ട് വേർ ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസ് ആർ സീൻ. ഒഡോണ്ടോബ്ലാസ്റ്റ് സെൽസ് എവിടെയുണ്ടെന്നാണ് പഠിച്ചത്? അത് പൾപ്പ് ക്യാവിറ്റിയിലാണ് അല്ലേ. പിന്നെ ഈ പിക്ചറിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് വേറെയാണ്. അതെന്താ? നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്തുകളുണ്ട് അല്ലേ. കനൈൻ, ഇൻസിസേഴ്സ്, മോളാർ, പ്രീമോളാർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളത് മോളാറിൻ്റെ പ്രീമോളാറിൻ്റെ ഒക്കെ സ്ട്രക്ചറാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഇൻസിസർ, കനൈൻ ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന അങ്ങനത്തെ, അതായത് പല്ലിൻ്റെ ഷേപ്പിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി ഭാഗങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറും കൂടി നോക്കി വയ്ക്കുക. അത് തന്നെ ചോദിക്കണം എന്നില്ല, ചിലപ്പോൾ ഇതായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. എന്തായാലും ഇതിൽ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്
ഈ ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ എ ഇതാണ്. ദെൻ ബി എന്ന് പറയുന്നത് എന്താ? ടിഷ്യൂ ദാറ്റ് ഹോൾഡ് ദ ടൂത്ത് ഇൻ ദ ഗം. ടൂത്തിനെ മോണയിൽ അതിൽ ഉറപ്പിച്ച് നിർത്തുന്നത് എന്തായിരുന്നു? അത് സെമൻറ്റമാണ് അല്ലേ? സെമൻറ്റം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് സെമൻറ്റം വരുന്നത്. അപ്പോൾ ഇതാണ് ബി. പിന്നെ ലിവിങ് ടിഷ്യൂ വിച്ച് ടൂത്ത് ഈസ് മെയ്ഡ്. ലിവിങ് ടിഷ്യൂ എന്ന് പറയുന്നത് ഏത് ഭാഗമായിരുന്നു? അത് ഡെൻഡൈൻ ആണ് അല്ലേ? ഡെൻഡൈൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അതായത് പൾപ്പ് ക്യാവിറ്റിയുടെ മുകളിലായിട്ട് കാണുന്ന ഈ ഭാഗത്തിനെയാണ് ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി ഈ ടൂത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ വേണമെങ്കിലും അതിലും കൂടി നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഏത് ഭാഗം ചോദിച്ചാൽ ഇനി അഥവാ ഈ പിക്ചറാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ മുഴുവൻ നമ്മൾ പല പല വീഡിയോസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലെറ്റസ് വേഴ്സസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.